ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെത്തി ഏതാണ്ട് ഒരാഴ്ചയിലേറെ സമയം കാർ മാർഗം യാത്ര ചെയ്തപ്പോൾ അതിൻ്റെ ഡ്രൈവർ മോസസ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. ഏതാണ്ട് 10-35 വയസ്സ് വരും. തോമസ് ചാമക്കാലയുടെ സ്വകാര്യ ഡ്രൈവറാണ് മോസസ്. മോസസ് ഈ പറയുന്ന കോട്ടയംകാരായ മോസസിൻ്റെ തൊഴിൽ ദാതാക്കൾക്കൊപ്പം ഉള്ള സഹവാസത്തിലൂടെ ഏതാണ്ട് മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന അവസ്ഥയുണ്ട്. കാരണം ഈ ജോഹന്നസ്ബർഗിൽ നിന്ന് പല ഗ്രാമങ്ങളിലേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതും പല വിശിഷ്ടമായ കാഴ്ചകളും പല വ്യക്തികളെയും ഒക്കെ ഞങ്ങൾക്ക് കാണാനും ഒക്കെ അവസരമുണ്ടായത് ഈ മോസസ് ഞങ്ങൾക്കൊപ്പം ഉള്ളതുകൊണ്ടാണ്. കാരണം തദ്ദേശീയനായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും ഈ ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് സുരക്ഷിതമായ യാത്ര സാധ്യമാവുള്ളൂ. മറ്റൊന്നുമല്ല, ശരിക്കും പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ യാത്രക്കിടയിൽ ഈ വിനോദസഞ്ചാരികളായി എത്തുന്നവർക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കും പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച് മോസസ് തന്നെ ഈ യാത്രക്കിടയിൽ ഞങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നിയമപരിരക്ഷ ഉറപ്പാക്കാനോ ഒന്നും പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് സാധ്യവുമല്ല. ഗാന്ധി കണ്ടുമുട്ടിയ അറ്റോർണി മിസ്റ്റർ A.W. ബേക്കർ വ്യത്യസ്തനായ കഥാപാത്രമാണ്. റൊട്ടിക്കാരൻ്റെ വീട്ടിൽ ഗാന്ധിക്ക് താമസ സൗകര്യമൊരുക്കുന്നതും മാസവാടക നിശ്ചയിക്കുന്നതുമൊക്കെ ബേക്കറാണ്. അറ്റോർണി എന്നതിനുപരി മതപ്രഭാഷകൻ എന്ന നിലയിലും സ്വന്തമായി ഒരു പള്ളി പണിഞ്ഞ് മതപ്രചരണം നടത്തുന്നുവെന്ന നിലയിലും അയാൾ ആ പ്രദേശത്ത് ഏറെ പ്രശസ്തൻ. പരിചയപ്പെട്ട നിമിഷം മുതൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഗാന്ധിയെ ആനയിക്കണമെന്ന ചിന്ത ബേക്കർക്കുണ്ടായിരുന്നു. ഗാന്ധി അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒടുവിൽ ബേക്കർ ഗാന്ധിയുടെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. അത്രനാളും ഈ ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ച ഇന്ത്യക്കാരൊന്നും തന്നെ ഒരിക്കലും അധികാര സ്ഥാനങ്ങളോട് ഇടയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്താനോ ശ്രമിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ഏർപ്പെടുത്തുമ്പോൾ ഈ അവിടുത്തെ അധികാരികൾ ഇവർക്കെതിരെ സ്വീകരിക്കുന്ന നിയമ നടപടികൾ വളരെ രൂക്ഷമായിരുന്നു. പലപ്പോഴും തെളിവുകളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മറ്റ് സാധ്യതകളൊന്നും തന്നെ നോക്കാതെ ഏത് തരത്തിലുള്ള ശിക്ഷയും നൽകാൻ തക്ക രീതിയിലുള്ള നിയമ സംവിധാനമാണ് അവിടെ പോലീസിലും ജുഡീഷ്യറിയിലുമൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു വ്യക്തി ഇത്തരം സ്വാതന്ത്ര്യ നിഷേധത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വത്തിനോ എതിരായിട്ട് ശബ്ദമുണ്ടാക്കിയാൽ അല്ലെ ശബ്ദമുയർത്തിയാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ അവർ പോലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് അവിടെ സ്വീകരിച്ചു വന്നത്. പലപ്പോഴും അവർക്ക് നിയമസഹായം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളോ അവർക്കുണ്ടാവില്ല. അതൊക്കെ തന്നെ ഗാന്ധി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു സമൂഹം ഒന്നാകെ ഒരു പ്രശ്നത്തിനെതിരെ ഒരു നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തുന്നതിന് മുൻപ് ഒരു വ്യക്തി അതിന് മുന്നിട്ടിറങ്ങണം. എങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ഈ ഇന്ത്യക്കാരോടും അല്ലെങ്കിൽ തദ്ദേശീയരോടും ഈ വെള്ളക്കാർ സ്വീകരിക്കുന്ന ഈ തരത്തിലുള്ള നടപടികൾക്ക് ഒരു അറുതി വരുമെന്ന് ഗാന്ധി മനസ്സിലാക്കി. അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വയം പലപ്പോഴും പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുറപ്പുണ്ടായിരുന്നു. കാരണം പല സന്ദർഭങ്ങളിലും ഗാന്ധി നേരിട്ട പലതരത്തിലുള്ള തിരിച്ചടികൾ അത് ശരിക്കും തദ്ദേശീയരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യക്കാരോ ആദ്യകാലത്തൊന്നും പിന്തുണച്ചില്ല. പതുക്കെ ഗാന്ധി ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും സത്യാഗ്രഹം എന്ന ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ സഹനം എന്ന മാർഗത്തിലൂടെ എങ്ങനെയാണ് ഒരു രാജ്യത്ത് അവിടുത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഈ അടഞ്ഞു കിടക്കുന്ന കണ്ണുകൾ തുറപ്പിക്കാൻ കഴിയുന്നത് എന്ന് ഗാന്ധി തെളിയിച്ചത് അല്ലെങ്കിൽ അതിനുള്ള പരിശീലനം നേടിയത് ഈ ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്താണ്. ആദ്യകാലങ്ങളിലൊക്കെ ഗാന്ധിയുടെ ഈ പ്രതിഷേധങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീതി സംവിധാനങ്ങളിലോ നിയമ സംവിധാനങ്ങളിലോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഈ പറയുന്ന പലതരത്തിലുള്ള ഗാന്ധിയുടെ പ്രതിരോധങ്ങളെയും പ്രതിഷേധങ്ങളെയും കണ്ട് വിസ്മരിക്കാനാണ് അവിടെയുള്ളവർ ശ്രമിച്ചത്. പക്ഷേ പതുക്കെ ഗാന്ധിയുടെ ഇടപെടൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമായി മാറുകയും ഈ ഇന്ത്യക്കാർ മാത്രമല്ല തദ്ദേശീയരായ ആൾക്കാരും ഗാന്ധിയുടെ സമര രീതിയോട് അല്ലെ ഗാന്ധിയുടെ സഹനം എന്ന സമരമാർഗത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയും അവർ ഈ പറയുന്ന അധികാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാന്ത്രിക പ്രയോഗങ്ങളും നടത്തിയിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ അന്നത്തെ ഭരണകൂടത്തോട് ഇടഞ്ഞു മാറാൻ ഗാന്ധിക്ക് കഴിയുമെന്ന് ആ സമൂഹം ഒന്നാകെ പതുക്കെ മനസ്സിലാക്കി.
അതിൻ്റെ ഒരു പിന്തുണ ലഭിച്ചതിന് ശേഷം, അങ്ങനെ ഒരു പിന്തുണ ലഭിച്ചതിന് ശേഷമാണ് ഗാന്ധിക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്ര കാലവും ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ആദ്യ നാൾ മുതൽ, അവിടെ കപ്പലിറങ്ങിയ നാൾ മുതൽ ഗാന്ധിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ രോഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതിനും അധികാരികളെ അറിയിക്കുന്നതിനും ഒക്കെ സാധിച്ചത് ഈ ജനങ്ങളുടെ പിന്തുണ കൂടി വന്നതിന് ശേഷമാണ്. ഒറ്റപ്പെട്ട സമരങ്ങൾ പലപ്പോഴും, ഒറ്റപ്പെട്ട ശബ്ദം പലപ്പോഴും വിസ്മൃതിയിൽ അകപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ വിസ്മൃതിയിൽ പെട്ടുപോവുകയാണ് പതിവ്. പക്ഷേ പതുക്കെ പതുക്കെ ഗാന്ധിയുടെ ഓരോ വാക്കും, ഗാന്ധിയുടെ ഓരോ നിലപാടും അധികൃതരും ജനങ്ങളും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഫലമാണ് പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയുടെ ജീവിതം നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. അത് പിന്നീട് ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിയുടെ ജീവിതവും സമരമാർഗവും സഹനവും ഒക്കെ എത്രമാത്രം പ്രാധാന്യത്തോടെ അവിടെ തുടർന്ന് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ നിയന്ത്രിച്ചുവെന്ന് നമ്മൾ കണ്ടതാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ചൊല്ലുണ്ട്: നിങ്ങൾ ഞങ്ങൾക്കൊരു ബാരിസ്റ്ററെ തന്നു, ഞങ്ങൾ നിങ്ങൾക്കൊരു മഹാത്മാവിനെയും. സ്വന്തം ജീവിതം പരീക്ഷണശാലയാക്കി പീഡനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും ആർജവവും ഗാന്ധി നേടിയത് ദക്ഷിണാഫ്രിക്കൻ ജീവിത നാളുകളിലാണ്. അവിടെ നിന്നാണ് ഗാന്ധിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 1000 ചിറകുകൾ മുളച്ചത്. സ്വയം സഹനത്തിൻ്റെ പാഠങ്ങൾ ഗാന്ധി പഠിച്ചതും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്.